ബി.ജെ.പി. കേഡർ പാർട്ടിയാണെങ്കിൽ കെ സുധാകരൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സെമി കേഡറാണ്. സുധാകരൻ്റെ നേതൃത്വമുണ്ടെങ്കിൽ കേഡറെല്ലാം സെമി കേഡറിൻ്റെ താഴെയേ വരൂ. സംശയമുള്ളവർ പാലക്കാടേക്ക് വരൂ. പാലക്കാട് നഗരസഭയിൽ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ. പോരടിച്ചത് നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേരിട്ടതിനെ ചൊല്ലി. ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടത്. ഈ അടിയും ഈ കൊത്തും ഒക്കെ വെട്ടും ഒക്കെ നിങ്ങൾക്ക് മാത്രമൊന്നുള്ളതല്ല. ഞങ്ങൾ കൊത്തിയാലും നിങ്ങൾ മുറിയും, ഞങ്ങൾ വെട്ടിയാലും നിങ്ങൾക്ക് വെട്ടേക്കും. അതിന് പറ്റിയ ആൺകുട്ടികൾ ഈ പാർട്ടിക്കകത്തുണ്ട് എന്ന് ഞാനിവിടെ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. ഈ കൊടിമരം ഓടിക്കുന്നത് പോയിട്ട് ഒന്നോലത്താനെങ്കിലും ധൈര്യമുള്ളവനുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ഇത്തരത്തിൽ വെട്ടാനും കുത്താനും കൊത്താനുമുള്ള കശാപ്പ് ശാലയായിട്ട് കോൺഗ്രസ് പാർട്ടി മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി. നീ ആരടാ എന്നോട് എതിർക്കാൻ? തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഒരു എം.എൽ.എക്ക് ഒരു ഭീഷണി വന്നാൽ പണ്ടൊക്കെ ഒരു DCC പ്രസിഡന്റെങ്കിലും വന്നാലായി. ഇപ്പോൾ അങ്ങനെയല്ല, KPCC പ്രസിഡന്റ് തന്നെ നേരിട്ടിറങ്ങും. അതാണ് സെമി കേഡർ അധ്യക്ഷൻ. സുധാകരന് റിട്ടയർ ചെയ്യാൻ സമയമായെന്ന് ആര് പറഞ്ഞു? പ്രായപരിധി ചൂണ്ടിക്കാട്ടി കുടിയിറക്കൽ ഭീഷണി നേരിടുന്ന എല്ലാ നേതാക്കൾക്കും മാതൃകയാക്കാവുന്നതാണ് KPCC അധ്യക്ഷനെ. BJP-ക്കാർ രാഹുൽ മാങ്കൂട്ടത്തെ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ നിന്ന് പ്രവർത്തിക്കും അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? വെറും തോന്നൽ മാത്രമാണ്. സത്യൻ ഒരിക്കൽ കൂടി പറയുന്നു, അമ്മയുടെ മുലപ്പാൽ കുടിച്ചവനെങ്കിൽ, ആരൂഢത്തിൽ ജനിച്ചവനെങ്കിൽ, ഒറ്റത്തന്തയ്ക്ക് പിറന്നവനുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഈ പാലക്കാട്ടെ ജനമനസ്സിന്റെ അകത്ത് ഭദ്രമാണ് എന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങൾ. തൊട്ടവന്റെ കൈവെട്ടിയില്ലെങ്കിൽ ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാവില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. തൊടുന്നവന്റെ കൈവെട്ട ഞാൻ വെറുതെ ചോര കണ്ട് തല ഇറങ്ങി വീഴാതെ പോടാ 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 പോടാ. വെട്ടാനും കുത്താനുമുള്ള ആളുകൾ ഈ പാർട്ടിയിലുണ്ട് എന്നുള്ളതും തൊട്ടാൽ തൊട്ടവന്റെ കൈവെട്ടും എന്ന തരത്തിലാണ് കോൺഗ്രസിന്റെ കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ കൃത്യമായി തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ ഒരു കലാപത്തിന് കോപ്പ് കൂട്ടുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് ഉണ്ടായിട്ടുള്ളത്. വെടിക്കെട്ടുകാരനെ ഉടുക്കോട്ടി പേടിപ്പിക്കാതെ തരത്തിൽ പോയി തത്തടാ. കൊലവിളി മുദ്രാവാക്യവും പ്രസംഗവും നമ്മുടെ വഴിയല്ലെന്ന് സമാധാനപ്രിയനായ പ്രതിപക്ഷ നേതാവ് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടാണ് പറയുന്നത് രണ്ടുപേരും ചേരില്ലെന്ന്. എനിക്കതിന് കഴിവുണ്ട്, എനിക്കതിന് പ്രാപ്തിയുണ്ട്, സതീശനത്തിന്റെ പ്രാപ്തിയുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും. ഇത്തരം കൊലവിളി പ്രസംഗങ്ങളും കൊലവിളി മുദ്രാവാക്യങ്ങളും കേരളത്തിൽ പാടില്ല. അടിക്കാനിടത്ത് അടിക്കും, ഇടിക്കാനിടത്ത് ഇടിക്കും, കുത്താനിടത്ത് കുത്തും. ഇതൊക്കെ ഞങ്ങൾക്ക് അറിവുണ്ട്, നല്ല ധാരണയുമുണ്ട്, ഞങ്ങൾക്ക് കഴിവുമുണ്ട്, ഞങ്ങൾക്ക് പ്രാപ്തിയുണ്ട്. അതൊക്കെ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ഞങ്ങൾക്കുണ്ട്. ഞാൻ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല, അക്രമം ഞാൻ പ്രസംഗിക്കുകയല്ല. പക്ഷേ നിങ്ങളാരും നമ്മളൊന്നിനും കൊള്ളാത്തവരാണ് എന്നൊരു ധാരണയിൽ BJP-യുടെ ഗുണ്ടായിസം നമുക്ക് നേരെ കളിച്ചാൽ ആ കളിക്ക് മറുപടി നമ്മൾ നൽകേണ്ടി വരും എന്ന് സ്നേഹപുരസരം BJP-യുടെ സുഹൃത്തുക്കളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അടിക്കടി, വെട്ടിന് വെട്ട്, കുത്തിന് കുത്ത്, തലയ്ക്ക് തല, കൈക്ക് കൈ, കാലിന് കാല്. തമ്പുരാന് വെറുതെ ഇരുന്ന് പറഞ്ഞാൽ മതി. ഈ തലയും കാലും ഒക്കെ പോണോ ഞങ്ങളുടെ